RSS നേതാക്കളുമായുള്ള ADGP MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയിൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അജിത് കുമാറിനെ ADGP സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന് സർക്കാരിലും ഇടതുമുന്നണിയിലും അഭിപ്രായങ്ങൾ ഉയരുകയാണ്. പ്രത്യേക അന്വേഷണ റിപ്പോർട്ടിന് കാക്കാതെ മുഖ്യമന്ത്രി തീരുമാനമെടുക്കണമെന്നും വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി DGPയുമായി ഇന്നലെ ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഈ ADGP അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം വളരെ ശക്തമായി തന്നെ വേണമെന്നാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലും മൊത്തത്തിലുമുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയുടെ ഭാഗമായി ഉണ്ടായത്? കഴിഞ്ഞ രണ്ടാഴ്ചയായി ADGP MR അജിത് കുമാറിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഭരണപക്ഷ MLA ആയ PV അൻവർ ഉൾപ്പെടെയുള്ളവരാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ MR അജിത് കുമാറിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. നിരവധിയായ പരാതികളാണ് MR അജിത് കുമാറിനെതിരെ അൻവർ തന്നെ തുറന്നുവിട്ടത്. പ്രത്യേകിച്ചും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടത്, ഒപ്പം ചില കൊലപാതകങ്ങൾ, അതിനുപരി അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ പൂരം കലക്കിയതും ഒപ്പം RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മുഖ്യമന്ത്രി അടിയന്തരമായി DGPയെ ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തിയതെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്തായാലും ചർച്ചാ സമയത്ത് സാധാരണഗതിയിൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിൽ അതിൻ്റെ ചുമതലയുള്ള ADGPയെ കൂടി വിളിക്കുന്ന പതിവുണ്ട്. എന്നാൽ ഇന്നലെ ആ ADGP MR അജിത് കുമാറിനെ ഒഴിവാക്കിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ DGPയും മുഖ്യമന്ത്രിയുമായിട്ടാണ് ചർച്ച നടത്തിയെങ്കിൽ തൊട്ടു പിന്നാലെ ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിനെ കൂടി സ്ഥലത്തേക്ക് ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയാണ് ഇന്നലെ പൂർത്തിയാക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയും മറ്റു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ ചെലുത്തേണ്ടെന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് DGPയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. കാരണം RSS മേധാവിയുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് LDFിലെ ഘടകകക്ഷിയായ CPI ഉൾപ്പെടെയുള്ളവരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബിനോയ് വിശ്വം തന്നെ, അതായത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ആ കൂടിക്കാഴ്ചയെ വലിയ തരത്തിൽ അപലപിക്കുകയും ചെയ്തിരുന്നു. സർക്കാർ ചെലവിൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് CPI മുന്നോട്ട് വെച്ചത്. ഇതിനെ തുടർന്ന് തൊട്ടു പിന്നാലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ VD സതീശനും ഒരു വല്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഉയർത്തിക്കൊണ്ടുവന്നു. അതായത് ക്ലിഫ് ഹൗസുമായും അല്ലെങ്കിൽ മന്ത്രിസഭയുമായും പാർട്ടിയുമായും ഒക്കെയുള്ള കാര്യങ്ങൾ RSSുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ദൂതനായിട്ടാണ് MR അജിത്തിനെ ഇപ്പോൾ നോക്കിക്കാണുന്നതെന്നും ഒക്കെ തരത്തിൽ ആരോപണങ്ങൾ കോൺഗ്രസും ഉന്നയിച്ചു. അങ്ങനെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്നതിനൊപ്പം തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും സർക്കാരിനെ വല്ലാത്ത തരത്തിൽ വെട്ടിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂർ പൂരം കലക്കിയതിന് പിന്നിൽ MR അജിത് കുമാർ ആണെന്ന് CPIയും ഒപ്പം കോൺഗ്രസും ഒരേ സ്വരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റം വരുത്തേണ്ടത് പാർട്ടിക്ക് അനിവാര്യമാണ്. കാരണം പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ അൻവർ തുറന്നുവിട്ട വലിയ വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഇത്തരത്തിലേക്ക് കാര്യങ്ങളെത്തിയിരുന്നു. അത്തരം കാര്യങ്ങളുടെ അല്ലെങ്കിൽ അത് ധരിപ്പിക്കുന്ന കാര്യത്തിൽ നേതാക്കൾ നന്നായി വിയർപ്പൊഴുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു ADGPക്കെതിരെ വലിയ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ലോ ആൻഡ് ഓർഡർ വിഭാഗത്തിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുവാൻ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തയ്യാറാകാത്തത് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. കാരണം ആദ്യ ദിവസങ്ങളിൽ ADGP റിപ്പോർട്ട് നൽകിയപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ആരോപണ വിധേയനായ പത്തനംതിട്ട മുൻ SP സുജിത് ദാസിനെ മാറ്റുന്നതിനൊപ്പം തന്നെ MR അജിത് കുമാറിനെയും ലോ ആൻഡ് ഓർഡർ വിഭാഗത്തിൽ നിന്ന് മാറ്റണം എന്നൊരാവശ്യം മുന്നോട്ട് വച്ചിരുന്നു. അത് ചെവിക്കൊള്ളാനോ ഉൾക്കൊള്ളാനോ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം കൃത്യമായും ആദ്യഘട്ടത്തിൽ സുജിദാസിനെതിരെ ഒരു സ്ഥലം മാറ്റത്തിലും MR അജിത് കുമാറിനെതിരെ മറ്റു നടപടികളില്ലാതെയും താഴേക്കിടയിലുള്ള, അതായത് DGPയുടെ ഒപ്പം ADGPക്ക് താഴെയുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ സംഘത്തിന് രൂപം നൽകിക്കൊണ്ട് തൽക്കാലം മുഖ്യമന്ത്രി രക്ഷ നേടിയെങ്കിലും തൊട്ടു പിന്നാലെ വന്ന ആരോപണങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയ്ക്കോ ഒപ്പം പാർട്ടിക്കോ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതുതന്നെയാണ് ഈ RSS നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ച. 2 നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച MR അജിത് കുമാർ നടത്തി എന്ന് പറയുമ്പോൾ അത് വലിയ തരത്തിലുള്ള രൂക്ഷമായ വിമർശനത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ കൂടാതെ തന്നെ നിലവിൽ അൻവർ ഉന്നയിച്ച മാമിയുമായി ബന്ധപ്പെട്ട തിരോധാനം, ഒപ്പം ചില കൊലപാതക
കൊലപാതകങ്ങൾ ജഫ്രിയുടെ കൊലപാതകവും അതിനകത്ത് മലപ്പുറം എസ് പിയുടെ ഇടപെടലും മറ്റു തരത്തിൽ എന്തെങ്കിലും ഇടപെടലുകളുണ്ടോ, ഒപ്പം സ്വർണ്ണക്കടത്തുകാരെ കൊണ്ടുപോയി മർദ്ദിച്ച് അവരിൽ നിന്നും സ്വർണം പിടിച്ച് ഉരുക്കി മാറ്റുന്ന രീതി, ഇതെല്ലാം തന്നെ വലിയ തരത്തിൽ ആക്ഷേപം സർക്കാരിനുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചയും ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നലെ തന്നെ എ ഡി ജി പി, അതായത് ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിനെ ഒഴിവാക്കിക്കൊണ്ട് ഡി ജി പിയെ നേരിട്ട് വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത്, ഒപ്പം H വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് SP ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇപ്പോൾ ആരോപണം ഉയർന്നു വന്നിരിക്കുന്ന ഏതെങ്കിലും കേസുകളെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തെക്കുറിച്ചോ ഒക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം ഇത്തരത്തിൽ ഒരു യോഗം ചേർന്നത്. എന്തായാലും വലിയ കാലതാമസമില്ലാതെ ADGP MR അജിത് കുമാറിനെ അതായത് ലോ ആൻഡ് ഓർഡർ വിഭാഗത്തിൽ നിന്നും മാറ്റാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. കാരണം അത്രയധികം ആരോപണങ്ങളാണ് MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു വിഭാഗത്തിനും അജിത് കുമാറിനെ മാറ്റണം എന്നൊരു ആവശ്യം ശക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ചും സംസ്ഥാന നേതാക്കന്മാരും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഒക്കെ തന്നെ ഈ ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു. ഘടകകക്ഷികളിൽ പലരും മുന്നോട്ട് വയ്ക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ ആഴ്ച MR അജിത് കുമാർ അടുത്ത 4 ദിവസം അവധിയിലാണ്. 14-ാം തീയതി കൂടി മാത്രമേ മടങ്ങി വരികയുള്ളൂ. അതിനുശേഷം ഒരു നടപടിക്രമത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും അവസാനമായി തീരുമാനം എടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും EK നയനാറുമാണ്. അതേസമയം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ തൽക്കാലം ഒന്ന് ശാന്തമായിട്ടുണ്ടെന്ന് തന്നെ പറയാൻ കഴിയും. വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നെങ്കിലും പാർട്ടി ഇടപെട്ട് അതൊന്ന് തണുപ്പിച്ചിരിക്കുന്നു. എന്നാൽ പാർട്ടി സമ്മേളനങ്ങളിൽ P ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശക്തി പ്രാപിക്കാനാണ് സാധ്യത. ഹരിത. ശരി, ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.